ഖുർആനിന്റെ 3-ാം അധ്യായം 45 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ഖുർആൻ 3-ാം അധ്യായം, അധ്യായത്തിന്റെ പേര് മറിയമിന്റെ കുടുംബം, 45 മുതൽ 50 വരെയുള്ള 5 വാക്യങ്ങൾ. وَإِذَا قَالَتِ الْمَلَائِكَةُ يَا مَرْيَمُ ജിബ്രീൽ മലക്ക് മറിയത്തോട് പറഞ്ഞു. ജിബ്രീൽ മലക്ക് എന്ന് പറഞ്ഞാൽ ഗബ്രയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞു, ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം. മറിയമേ, അള്ളാഹു അവന്റെ വചനത്തെയും ആത്മാവിനെയും നിന്റെ ഉദരത്തിൽ വിടുമ്പോൾ നീ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കും, ഈസൽ മസീഹ് എന്ന് പേരിടണം. എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹ എന്നർത്ഥം. ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. മറിയം പ്രാർത്ഥിച്ചു, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ ഹിതം എന്നിൽ നടക്കട്ടെ എന്ന്. അപ്പോൾ ദൈവാത്മാവിനാലും ദൈവവചനത്താലും മറിയം ഗർഭിണിയായി എന്ന് വിശുദ്ധ ഖുർആൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിൾ പഠിക്കണം, ഖുർആനും പഠിക്കണം. അതൊക്കെ വേണ്ട വിധത്തിൽ തന്നെ ആവുകയും വേണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമതായി കാണിച്ച മുഅ്ജിസത്ത് തൊട്ടിയിൽ കിടന്ന് സംസാരിക്കുക ഖുർആൻ. വലിയ കൽഭരണികളിൽ വെള്ളം നിറച്ചുകൊണ്ട് അത് വീഞ്ഞാക്കി ജനങ്ങളെ മുഴുവൻ ഉന്മത്തരാക്കുക എന്ന് ബൈബിൾ. പിന്നെയും അദ്ദേഹത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച് ബൈബിൾ തന്നെ നമുക്ക് കുറെ വായിക്കാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതേ പുസ്തകത്തിന്റെ ഇതേ അധ്യായത്തിന്റെ 39-ാം വാക്യത്തിലും യേശുക്രിസ്തു ഇത് ആവർത്തിക്കുന്നു, പുത്രന് സ്വന്തമായി ഒന്നും കഴിയില്ല. എന്റെ പിതാവ് ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യുന്നു, എന്റെ പിതാവ് കാണിച്ചു തന്നതും എന്റെ പിതാവ് തന്ന കഴിവ് കൊണ്ടും ഞാൻ ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലുമൊക്കെ ഇതേ വിശദീകരണം നമുക്ക് കാണാം. മറ്റിതരങ്ങളായ ഭാഗങ്ങളിലും അദ്ദേഹം ഇത് തന്നെ പറയുന്നുണ്ട്. യോഹന്നാന്റെ ഇതേ പുസ്തകത്തിലെ 10-ാം അധ്യായത്തിൽ ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്താൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സാക്ഷിയല്ലേ എന്നൊരു ചോദ്യം യേശുക്രിസ്തു നടത്തുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്താൽ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അത് തെളിവാവേണ്ടതല്ലേ? ഇദ്ദേഹം ദൈവാണെന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ എതിർക്കാൻ വേണ്ടി ജൂതന്മാർ വന്നപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. പരിശുദ്ധ ഖുർആൻ ഫാദർ മൂടിവെച്ച ഭാഗവും അത് തന്നെയാണ്. ഇതിനില്ല, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഞാൻ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ നിങ്ങൾക്ക് സാക്ഷ്യമാണ്. ഇദ്ദേഹം തന്നെ തുടർന്ന് പറയുന്നു, ഈ പുസ്തകത്തിന്റെ ഇതേ അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവർത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏതു പ്രവർത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു? അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊല്ലാൻ വന്ന ജൂതന്മാരോട് യേശുവിന്റെ ചോദ്യം, ഞാൻ സ്വന്തമായല്ലോ ഇതൊന്നും ചെയ്യുന്നത്, ഞാൻ എൻ്റെ പിതാവിന്റെ അനുമതി പ്രകാരം, എൻ്റെ പിതാവിന്റെ കൽപ്പന പ്രകാരം സ്വന്തമല്ലാതെ ചെയ്യുന്ന ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ കല്ലെറിയുന്നത്? എന്ത് കാരണത്താലാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നത്? ചില ഫാദർമാരൊക്കെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കള്ളം മാത്രം പറയാൻ ജീവിക്കുന്ന ആളുകൾ. ഉദാഹരണമായി ഫാദർ അബ്ദുൽ മസീഹ്, അദ്ദേഹത്തിന്റെ യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊരു പുസ്തകം കേരളത്തിൽ ക്രൈസ്തവർ വാരി വിതരണം ചെയ്യുന്നുണ്ട്. അതിന്റെ 12-ാം പേജിൽ അയാൾ പറയുന്ന ഒരു പച്ചക്കള്ളം ഈ വേദിയിൽ സാന്ദർഭികമാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. അദ്ദേഹം പറയുന്നു, മറ്റ് പ്രവാചകന്മാർ ദൈവത്തിന്റെ നാമത്തിൽ നാമമാത്രമായ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ യേശുക്രിസ്തു സ്വന്തം നാമത്താൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ അത്ഭുതങ്ങൾ ചെയ്തു. അദ്ദേഹം അതിനൊരു ഉദാഹരണം പറയുന്നു. മാർത്തയുടെ മരണപ്പെട്ടിട്ടു ചത്തിട്ടു നാറ്റം വെച്ച് തുടങ്ങിയ മരണശേഷം 4 ദിവസമായ ലാസർ എന്ന സഹോദരനെ യേശുക്രിസ്തു സ്വന്തം ശക്തിയാലും അധികാരത്തോടെയും വിളിച്ചു, ലാസറെ എഴുന്നേറ്റ് വരിക. ലാസർ എഴുന്നേറ്റ് വന്നു. അബ്ദുൽ മസീഹ് വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന പുസ്തകത്തിൽ ആരെങ്കിലും ഇതൊന്ന് പരിശോധിച്ച് കളയരുത് എന്ന് കരുതി അദ്ദേഹം ബൈബിളിൽ ഈ ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ടത് ഏത് ഭാഗത്താണെന്ന് പരാമർശിക്കുന്നേയില്ല. ഇത് ഏത് ഭാഗത്താണെന്ന് അയാൾ പറയുന്നില്ല. എന്തുകൊണ്ട്? ഏത് ഭാഗത്താണെന്ന് പറയുകയും ആരെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്താൽ അതോടുകൂടി അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഏതു കുരുടനും മന്ദബുദ്ധിക്കും ബോധ്യമാകും.
അത് കാരണമായി അയാൾ ഏത് സൂക്തമാണെന്നതും മൂടി വെച്ചു. പക്ഷേ പ്രിയപ്പെട്ട കൂട്ടുകാർ, എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ ബൈബിളിലെ യോഹന്നാൻ സുവിശേഷത്തിന്റെ 11-ാം അധ്യായം വായിക്കുക. അതിനാണ് ഈ പറഞ്ഞ ലാസറിന്റെ സംഭവമുള്ളത്. ഞാൻ ചുരുക്കി മാത്രം പറയാം. ലാസർ മരിക്കുന്ന സമയത്ത് യേശു ആ സ്ഥലത്തില്ലായിരുന്നു. മരണശേഷം 4-ാം ദിവസം യേശു വന്നപ്പോൾ ലാസറിന്റെ സഹോദരിയും യേശുവിന്റെ വിശ്വസ്തയായ അനുയായിയുമായിരുന്ന മാർത്ത വീട്ടിന്റെ പടിക്കലേക്ക് ഓടിക്കൊണ്ടുകൊണ്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരന് ഇത് സംഭവിക്കില്ലായിരുന്നു. കാരണം നീ നിന്റെ പിതാവിനോട് എന്ത് ചോദിച്ചാലും അവൻ നിനക്ക് നൽകുമെന്ന് എനിക്കറിയാം. അബ്ദുൽ മസീഹ് പോവട്ടെ, ഫാദർ സുലൈമാൻ പോവട്ടെ, യേശുവിൽ നിന്ന് മതം പഠിച്ച മാർത്ത പറയുന്നത്, നീ നിന്റെ പിതാവിനോട്, ദൈവത്തോട് എന്ത് ചോദിച്ചാലും അവൻ നിനക്ക് നൽകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരന് ഈ ഒരു പ്രശ്നം പറ്റില്ലായിരുന്നു. വീണ്ടും നമുക്ക് ലാസറിന്റെ സംഭവം തന്നെ പരിശോധിക്കാം. യേശു ചോദിക്കുന്നു, എവിടെയാണ് അവന്റെ കല്ലറ? മാർത്ത പറഞ്ഞു, ഇനി എന്ത് കാര്യം, ചത്തിട്ടു മണം വെച്ച് തുടങ്ങിയല്ലോ. യേശു പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അങ്ങനെ അവർ യേശുവിനെ ഈ കല്ലറ കാണിച്ചു കൊടുക്കുന്നു. ബൈബിൾ വിശദീകരിക്കുന്നുണ്ട്, അതൊരു ഗുഹയായിരുന്നു. ആ ഗുഹയുടെ മുകളിൽ ഒരു കല്ലും വെച്ചിരുന്നു. ഈ ആളുകളൊക്കെ കൂടെ ചേർന്ന് ആ കല്ലുരുട്ടി മാറ്റി. അബ്ദുൽ മസീഹ് പറയുന്നു, അധികാരത്തോടുകൂടെ സ്വന്തം ശക്തിയാലെ യേശു വിളിച്ചപ്പോൾ ലാസർ എഴുന്നേറ്റ് വന്നു, ഖബറൊക്കെ തുറന്ന് എഴുന്നേറ്റ് വന്നു. സംഭവിച്ചത് അങ്ങനെയല്ല. ബൈബിൾ പറയുന്നത്, കല്ലുരുട്ടി മാറ്റിയിട്ട് ആ ഗുഹ ഇങ്ങനെ കണ്ടപ്പോൾ യേശു ക്രിസ്തു അവിടെ വെച്ച് എങ്ങനെയാണ് അയാളുടെ അത്ഭുതം എന്നതിനെക്കുറിച്ച് വളരെ വിശാലമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ ബൈബിൾ തന്നെ വായിക്കാം. അവർ കല്ല് നീക്കി. യേശു കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് പറഞ്ഞു, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. പ്രാർത്ഥനയുടെ തുടക്കം ഹംദ് ചൊല്ലണം, ശുക്ർ ചൊല്ലണം. അതാണ് യേശു ചെയ്യുന്നത്. പിതാവേ, നിന്റെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കുന്നത് കൊണ്ട് നിനക്ക് നന്ദിയുണ്ട്. നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് വേണ്ടി അവർ നിമിത്തം ഞാൻ ചോദിക്കുന്നു, ലാസറേ, എഴുന്നേൽക്കുക. സ്വന്തം മതഗ്രന്ഥത്തിൽ ഫാദർമാർ നടത്തുന്ന തട്ടിപ്പ് കയ്യോടെ പിടികൂടുകയാണ് ഈ വേദിയിൽ. ആലോചിച്ചു നോക്കുക. അബ്ദുൽ മസീഹ് നമ്പർ എഴുതാൻ എന്തുകൊണ്ട് വിസ്മരിച്ചു എന്നത് നിങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ടാകും. യേശു കവിഞ്ഞു ഖബർ തുറന്നിട്ട് മയ്യത്തിന്റെ മുമ്പിൽ നിന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ എന്ത് ഞാൻ പറഞ്ഞാലും സ്വീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് നന്ദിയുണ്ട്. നീ അയച്ച പ്രവാചകനാണ് ഞാനെന്ന് നീ നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് വേണ്ടി അവർ നിമിത്തം ഞാൻ നിന്നോട് ചോദിക്കുന്നു, ലാസറേ, എഴുന്നേൽക്കുക. എത്ര വ്യക്തമാണ് കാര്യം. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് പ്രവാചകന്മാർ അത്ഭുതങ്ങൾ കാണിക്കുന്നത്. ഇനി ഫാദർ സുലൈമാൻ തന്നെ യേശുക്രിസ്തു രോഗം മാറ്റുന്നു, മുഹമ്മദ് നബി മാറ്റുന്നില്ല എന്നൊക്കെ വലിയ വായിൽ കൊട്ടിഘോഷിക്കുന്നത് നമുക്ക് ഇതിന്റെ അവസാനം കേൾക്കാം. അപ്പോഴൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഇതാണ്, യേശുക്രിസ്തു എന്ത് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അയാളുടെ കഴിവ് കൊണ്ടായിരുന്നില്ല. പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങൾ കാണിക്കുന്നു, എൻ്റെ പിതാവ് കൽപ്പിച്ചത് മാത്രം ഞാൻ പ്രവർത്തിക്കുന്നു. ഇതെല്ലാ പ്രവാചകന്മാരുടെയും സ്വഭാവമാണ്. എന്ന് മാത്രമല്ല, ഫാദറിന്റെ മറ്റൊരു സീഡിയിൽ നമുക്ക് കാണാം, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് കുറെ കാഫിറുകൾ ചെന്നപ്പോൾ സൂറത്തുൽ ഇസ്രാഇന്റെ 90 മുതലുള്ള വാക്യത്തിൽ അള്ളാഹു അത് വിശാലമായി പറയുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറൻ റസൂല, ഞാൻ അള്ളാഹു അയച്ച ഒരു പ്രവാചകനായ മനുഷ്യനാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ അത്ഭുതങ്ങളും അങ്ങനെ കാണിക്കുക എന്നത് എൻ്റെ സ്വഭാവമല്ല, ഒരു പ്രവാചകന്റെയും ശൈലിയല്ല. ഒരാൾക്കും അങ്ങനെ കാണിച്ചു കൊടുക്കൽ നിർബന്ധവുമില്ല. നമുക്കറിയാമല്ലോ, പൂർവാപര വൈരുദ്ധ്യം രണ്ടു പേർക്ക് വേണമെങ്കിൽ ഒന്ന് ചോദിക്കാൻ പറ്റും. ഒരാൾ പറയുകയാണ്, ഇപ്പോൾ എനിക്കൊരു ആപ്പിൾ വരണം. ഉടനെ തന്നെ മറ്റൊരാൾ പറയുകയാണ്, ഈ ആപ്പിൾ വരരുത്, ഇവിടെ പ്രവാചകൻ കുടുങ്ങിപ്പോവും. അയാൾ ഒരു അത്ഭുതം കാണിച്ചാൽ മറ്റേയാൾക്ക് തെളിവല്ലാതെ വരും. ഒരാൾ പറഞ്ഞത് കേട്ടാൽ മറ്റേയാൾക്ക് അത് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് ഒരു പ്രവാചകനും അനുയായികൾ ആവശ്യപ്പെടുന്ന അത്ഭുതങ്ങളൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്തോളണമെന്നില്ല.
പരിശുദ്ധ ഖുർആൻ തന്നെ ഇസ്രായേൽ 88-89 വാക്യങ്ങളിലൊക്കെ പറയുന്നത് പരിശുദ്ധ ഖുർആനാകുന്ന മഹാത്ഭുതത്തെ കുറിച്ചാണ്. ആ അത്ഭുതം മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇനി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എന്തിനാവശ്യപ്പെടുന്നു? വിശ്വസിക്കാൻ മോഹിച്ചത് കൊണ്ടാണെങ്കിൽ, എന്തെങ്കിലും തെളിവ് വേണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണെങ്കിൽ, സാഹിത്യത്തിന്റെ എല്ലാവിധ ശ്രേണിയിലും അത്യുന്നതരായിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധ ഖുർആനിന്റെ ഒരു വെല്ലുവിളിയുണ്ട്. 2-ാം അധ്യായം 23-ാം സൂക്തത്തിൽ റബ്ബ് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഖുർആനിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരധ്യായത്തിന് സമാനമായത് നിങ്ങൾ കൊണ്ടുവരിക എന്ന വെല്ലുവിളി ഇതുവരെ സ്വീകരിക്കാൻ, കേവലം 3 സൂക്തങ്ങൾ നിർമ്മിക്കാൻ സാഹിത്യത്തിന്റെ മുടിചൂടാമന്നന്മാരായ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ആ അത്ഭുതം തന്നെ ധാരാളം മതി. പിന്നെയും എന്തിനാണ് അത്ഭുതങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു? ഞാനൊരു മനുഷ്യൻ മാത്രമല്ല, മറിച്ച് പ്രവാചകനാണ്. പ്രവാചകന്മാരുടെ സ്വഭാവം എന്താണ്? യേശുക്രിസ്തു പറഞ്ഞല്ലോ, എന്റെ പിതാവ് കൽപ്പിക്കുന്നത് മാത്രം ഞാൻ പ്രവർത്തിക്കുന്നു. ഈ ഒരു കാര്യം ഫാദർ സുലൈമാൻ ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് പോയി അത്ഭുതങ്ങൾ കാണിക്കാൻ പറഞ്ഞാൽ അയാൾ കാണിച്ചു കൊടുക്കും. നേരെ മറിച്ച് മുഹമ്മദ് നബിയുടെ അടുത്ത് പോയി അത്ഭുതങ്ങൾ കാണിക്കാൻ പറയുമ്പോഴോ മുഹമ്മദ് നബി പറയുന്നു, ഞാനൊരു മനുഷ്യനല്ലേ. ഫാദർ സുലൈമാൻ മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ കാണുന്ന ഇസ്ലാമിനകത്ത് പ്രവർത്തിക്കുന്ന ബിദ്അത്തുകാരും ഇത് ചൂഷണം ചെയ്യുന്നു. ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിന്റെ 19-ാം വാള്യത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഇവർ കട്ടുമുടിച്ചുകൊണ്ട് ഉദ്ധരിക്കുന്നു. അങ്ങനെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലം ഒരു സാധാരണക്കാരനും അറബി പയ്യനുമാണെന്ന് തെളിയിക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഇങ്ങനെ എല്ലാവരും ഒരുപോലെ അള്ളാഹുവിന്റെ റസൂലിനെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഈ സുലൈമാന്റെ ക്ലിപ്പ് തന്നെ വ്യാപകമായപ്പോ ഷബാബിൽ മമ്മൂട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വയനാട്ടുകാരൻ തന്നെ ഒരു ലേഖനം എഴുതി. സമസ്തക്കാരുടെ ഖബർ സിയാറത്ത് കൊണ്ടാണത്രേ ഈ സുലൈമാൻ ഫാദറൊക്കെ ക്രിസ്ത്യാനിസത്തിലേക്ക് പോയത്. മമ്മൂട്ടി മുസ്ലിയാർ ദീന് പഠിക്കണം. സുലൈമാൻ ഫാദർ പറയുന്നു, മുഹമ്മദ് നബിക്ക് അദ്ദേഹത്തിന്റെ അത്ഭുതത്തിൽ ഒരു പങ്കുമില്ല. ഇതേ വാദം പഠിപ്പിക്കുന്നത് മുജാഹിദുകാരാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. സുലൈമാൻ ഫാദറിന് സംശയം വന്നപ്പോൾ അയാൾ ഖുർആനിലേക്ക് ഇജ്തിഹാദിന് ഇറങ്ങിയിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് നേർക്കുനേരെ ഇജ്തിഹാദിന് ഇറങ്ങാൻ ആഹ്വാനം ചെയ്യുകയും ലക്ഷക്കണക്കിന് മുജ്തഹിദുകളെ സൃഷ്ടിച്ചുവന്ന് അഭിമാനം പറയുകയും ചെയ്യുന്നത് കേരളത്തിലെ മുജാഹിദുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെയുള്ള മരിച്ചവരാവട്ടെ ജീവിച്ചവരാവട്ടെ അമ്പിയാക്കളും ഔലിയാക്കളും അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് നമ്മെ സഹായിക്കുമെന്നാണ് സുന്നികളുടെ സമസ്തക്കാരുടെ വിശ്വാസം. ഒരിക്കലും സഹായിക്കില്ലെന്നും അവരുടെ മുഅ്ജിസത്തുകളിൽ അവർക്ക് യാതൊരുവിധ സ്വാധീനമില്ലെന്നും കേരളത്തിൽ പഠിപ്പിക്കുന്നത് ക്രൈസ്തവരെ പോലെ മുജാഹിദുകളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഇനിയും പറവാനുണ്ട്, മുജാഹിദുകൾക്ക് വഹിക്കാൻ കഴിവില്ല. പിന്നീട് ഒരു പറയേണ്ടി വന്നാൽ അത് തന്നെ നമുക്ക് സംസാരിക്കാം. എന്നാലും വളരെ വാരി സംസാരിക്കുക. മുജാഹിദുകളല്ല, ഈ സമസ്തക്കാരുടെ ഖബർ പ്രേമം കൊണ്ടാണ് സുലൈമാൻ ഫാദറൊക്കെ ഇസ്ലാമിൽ നിന്ന് പോയത്. ഈ ഫാദർമാരൊക്കെ ഇസ്ലാമിൽ നിന്ന് പോകുന്നത് മുജാഹിദുകളുടെ പുസ്തകം വായിച്ചിട്ടാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം പല വിഷയത്തിലും ഇവരും ക്രിസ്ത്യാനികളും ഒരേ മോഡലാണ്. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഫാദർ സുലൈമാൻ പറയുന്നത് പോലെ യേശു ക്രിസ്തു എല്ലാ അത്ഭുതങ്ങളും ചെയ്തോ? ഒരിക്കലും ചെയ്തിട്ടില്ല. ചില കാര്യങ്ങൾ ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷത്തിന്റെ 4-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ യേശുവിന്റെ മുമ്പിൽ കല്ലെടുത്തുകൊണ്ട് 40 ദിവസം പട്ടിണി കിടന്ന് വിഷമിച്ച യേശു ക്രിസ്തുവിനോട് ഇതൊന്ന് അപ്പമാക്കി നീ ഭക്ഷിച്ചുകൊള്ളൂ എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, പോകൂ സാത്താനെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവവചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് വിശുദ്ധ ലിഖിതത്തിലുണ്ടല്ലോ. ഇതേ അധ്യായത്തിന്റെ 9 ഭാഗങ്ങളിൽ നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ മലയിൽ നിന്ന് താഴേക്ക് ചാടുക, നിന്റെ കാൽ ഭൂമിയിൽ സ്പർശിക്കാതെ ദൈവം തന്റെ മലാഖമാരെ വിട്ട് താങ്ങിക്കൊള്ളുമെന്ന് പറയുമ്പോഴും യേശുക്രിസ്തു പറഞ്ഞു, സാത്താനെ പോകൂ. അദ്ദേഹം ചാടിയോ? ചാടിയില്ല. മത്തായി സുവിശേഷത്തിന്റെ തന്നെ 26-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ യേശുവിനെ കുരിശിൽ തറക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ പുറത്തൊരാൾ അടിക്കുകയും നീ ദൈവപുത്രനല്ലേ, ആരാണ് നിന്നെ അടിച്ചതെന്നൊന്ന് പറയുക എന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തോ? പറഞ്ഞു കൊടുത്തില്ല. യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തില്ല. കുറേയേറെ കാര്യങ്ങൾ വേറെയുമുണ്ട്. മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങളിൽ മന്ദിരം പൊളിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് പുനർനിർമ്മിക്കുന്ന നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ കഴിയില്ലേ എന്ന് യേശുവിനെ വെല്ലുവിളിക്കുമ്പോൾ യേശുക്രിസ്തു അത് സ്വീകരിക്കുന്നില്ല, മറിച്ച് അതിന് വിധേയനാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം ക്രൂശിൽ തറക്കപ്പെട്ട 2 ആളുകളിൽപ്പെട്ട ഒരാള് അയാളോട് നീ മനുഷ്യപുത്രനല്ല, നീ ദൈവപുത്രനല്ലേ, എങ്കിൽ ഞങ്ങളെയും നിന്നെയും ഒന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 39, 40, 41 വാക്യങ്ങളിൽ നമുക്ക് കാണാം.
അവിടെയും യേശു ക്രിസ്തു അവരെ രക്ഷപ്പെടുത്തിയോ? ക്രൈസ്തവർക്ക് ന്യായീകരിക്കാം, അദ്ദേഹം കുരിശിൽ താങ്ങി മരിക്കാൻ വേണ്ടി വന്നതുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത് എന്ന്. അത് ശരിയായിരിക്കും ചിലപ്പോ. പക്ഷെ അദ്ദേഹത്തോടൊപ്പം ക്രൂശിക്കപ്പെട്ട അവരെങ്കിലും ഒന്ന് യേശുവിനെ രക്ഷപ്പെടുത്തി കൂടായിരുന്നോ? അദ്ദേഹം അത് ചെയ്തില്ല. എന്താണ് ഇതൊക്കെ തെളിയിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല ആവശ്യപ്പെട്ട മുഅ്ജിസത്തുകളൊക്കെ കാണിക്കാതിരുന്നത്, യേശു ക്രിസ്തുവും അങ്ങനെയായിരുന്നു. പലപ്പോഴും രണ്ടുപേരും അത് കാണിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കണ്ണ് വെട്ടി വന്ന ആളുകൾക്ക് നബി തങ്ങൾ കണ്ണ് വെച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൈ തൂങ്ങി വന്ന ആളുകൾക്ക് ആ കൈ അള്ളാഹുവിന്റെ റസൂൽ വെച്ചു കൊടുത്തു. അങ്ങനെ എത്ര അത്ഭുതങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിനോട് ആടിന്റെ പുറകെ സംസാരിച്ചു. കുറച്ചപ്പത്തെ അള്ളാഹിന്റെ റസൂൽ വലുതാക്കി. 5000-ഓളം ആളുകൾക്ക് ഭക്ഷിക്കാൻ മാത്രം കേവലം ധാന്യമാവ് കൊണ്ടുള്ള അപ്പം അള്ളാഹിന്റെ റസൂൽ വർദ്ധിപ്പിച്ചു. പാറ വന്നു, പർവ്വതങ്ങളും മരങ്ങളും ഒക്കെ അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. ഇതൊക്കെ കൂടെ വെച്ചിട്ട് നാം പഠിച്ചാൽ യേശുക്രിസ്തു ആവട്ടെ, മുഹമ്മദ് നബി ആവട്ടെ, മറ്റ് പ്രവാചകന്മാരാവട്ടെ അള്ളാഹുവിന്റെ കൽപ്പനകളാൽ അത്ഭുതങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാവും. മുഹമ്മദ് നബി മോശക്കാരനും യേശു ഉഷാറെന്ന് പറയാൻ ഇതൊരു കാരണമല്ല. ഫാദർ ശരിക്ക് ഖുർആൻ പഠിക്കണം, ശരിക്ക് ബൈബിളും പഠിക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. വേണ്ട വിധം ഖുർആൻ പഠിക്കണം, അതേ പ്രകാരം ബൈബിളും പഠിക്കണം. അതല്ലാതെ നമുക്ക് തോന്നിയതുപോലെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയണ അയാൾ ഒരു മതക്കാരുടെ വികാരം വ്രണപ്പെടുത്താൻ വേണ്ടിയല്ല ഞാനിതൊന്നും പറയുന്നത് എന്ന്. ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും വന്നറിയില്ല ഇയാൾക്ക്. അതിന്റെ പുറമെ ബൈബിളിനെ കുറിച്ചും ഒരു സംഗതിയും അറിയില്ല. ഇസ്ലാമിനെ കുറിച്ച് ഇയാൾ പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ഹജ്ജ് ചെയ്യുന്നത് മദീനയിൽ പോയിട്ടാണ് എന്നൊക്കെ ഒരു വലിയ ഫാദർ പറയാണ്, അല്ലെങ്കിൽ കാര്യം എന്നൊക്കെ പറയുന്ന ഒരാൾ. ഖുർആൻ പറയാണ്, യേശു ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. 2 ദിവസമുള്ളപ്പോൾ സംസാരിച്ചു, ചെളി കൊണ്ട് പക്ഷിയെ സൃഷ്ടിച്ചു, രോഗികൾക്ക് സൗഖ്യം കൊടുത്തു, മരിച്ചവർക്ക് ജീവൻ കൊടുത്തു. അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, വീണ്ടും വരും. എന്നാൽ മുഹമ്മദ് നബിയെ കുറിച്ച് ഇതൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഒരു നിസ്സാര കാര്യം. നിങ്ങൾ വേറെ മതക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി പറയാമെന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ ഹൃദയം തുറക്കുകയാണ്, അത്രേ ഉള്ളൂ. മുഹമ്മദ് നബി മരിച്ചുപോയാളാണ്. മദീനയിലാണ് അദ്ദേഹത്തിന്റെ കല്ലറ. എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നത് കല്ലറയിലേക്കാണ്. പക്ഷെ ഖുർആൻ പറയുന്നു യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന്. അപ്പൊ ചോദ്യം ഇതാണ്, മരിച്ചുപോയ ആളെ ഞാൻ സ്നേഹിക്കണമോ അല്ല ജീവനുള്ള ആളെ സ്നേഹിക്കണമോ? ഇതാണ് എന്റെ ചോദ്യം. ആളെ സ്നേഹിക്കണമോ ജീവിച്ചിരിക്കുന്ന ആളെ സ്നേഹിക്കണമോ? അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, ഹജ്ജ് ചെയ്യുന്നത് എവിടെയാണ്? റൗലയിൽ പോയിട്ടാണ് ഹജ്ജ് ചെയ്യുക. ആ റൗലക്ക് ചുറ്റും ഇങ്ങനെ നടക്കുന്നവനാണ് തവാഫ് ചെയ്യുക എന്നൊക്കെ പറയാം. ഇയാളാണ് ദാരിമി ആവട്ടെ ഏതെങ്കിലും ഒരു കോളേജിൽ പോയിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയൂ. അതിന്റെ ഒക്കെ പുറമെ അയാൾ വേറെന്തൊക്കെ പറഞ്ഞു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അല്ലെങ്കിൽ പരിശുദ്ധ അല്ലാഹുവോ രോഗത്തെ സുഖപ്പെടുത്തുമെന്ന് ഖുർആനിൽ ഒരു സ്ഥലത്തുമില്ല. പരിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായത്തിന്റെ 55-ാം വാക്യത്തിൽ ഇന്നമാ വലിയക്കുമുള്ള എന്ന് പറയുന്ന ഭാഗങ്ങളിൽ റസൂലടക്കമുള്ള മഹാന്മാർ സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവല്ല. അള്ളാഹുവിനെ കുറിച്ചോ സൂറത്ത് ശുഅറാഇന്റെ 80-ാമത് സൂക്തത്തിൽ വൈദാ മരിൽതു വഹുവ യശ്ഫീൻ, എനിക്കെങ്ങാനും രോഗം വന്നാൽ അള്ളാഹു അത് സുഖപ്പെടുത്തുമെന്നും പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഈ ഫാദർ ഖുർആനിന്റെ മേലിൽ പച്ചക്കള്ളം പറയുന്നു. അള്ളാഹു രോഗം സുഖപ്പെടുത്തുമെന്ന് ഒരിക്കലും ഖുർആനിൽ പറയുന്നില്ല. ഇയാൾ ഏത് ഖുർആനാണ് പഠിച്ചത്? അതിന്റെ പുറമെ അയാളുടെ ഒരു വലിയ ചോദ്യം, ജീവിച്ചിരിക്കുന്ന ആളെ സ്നേഹിക്കണമോ മരിച്ചിരിക്കുന്ന ആളെ സ്നേഹിക്കണമോ? ഉഹദിന്റെ രണാങ്കളത്തിൽ മഹാന്മാരായ സഹാബാക്കളുടെ ആത്മവീര്യം തകർക്കാൻ വേണ്ടി ശത്രുക്കൾ ഒരു കുപ്രചാരണം അഴിച്ചുവിട്ടു. മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന സമൂഹത്തിൽ അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം വന്നു. ഇനി എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം? ആർക്ക് വേണ്ടിയായിരുന്നോ നാം ജീവിച്ചത്? ആർക്ക് വേണ്ടിയായിരുന്നോ നമ്മുടെ ആത്മാവ് പണയപ്പെടുത്തിയത്? കുടുംബത്തെയും സമ്പത്തിനെയും വിട്ടേച്ചുകൊണ്ട് ആരെ പിന്തുടർന്നാണ് നാം ജീവിച്ചത്? ആ മഹാൻ മരണപ്പെട്ടിരിക്കുന്നു. ഇനി എന്തിനു വേണ്ടി നാം യുദ്ധം ചെയ്യണമെന്ന രൂപത്തിൽ പലരും ആയുധം താഴെ വെച്ചപ്പോൾ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇമ്മാത ഔ ഖുതില അൻഖലബതും അലാ അഖാബികും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഒരു പ്രവാചകനാണ്. നബിയുടെ മുമ്പ് ധാരാളം പ്രവാചകന്മാർ വന്നു. അവർ മരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി ഒന്ന് മരിച്ചുവെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ എന്നൊരു ചോദ്യം പരിശുദ്ധ ഖുർആൻ ഉന്നയിക്കുന്നുണ്ട്. മഹാന്മാരായ സഹാബാക്കൾ ഈ സൂക്തം കേട്ടപ്പോൾ ഊർജ്ജസ്വലനായി.
ഊർജ്ജസ്വലരായി. അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ട് കിടക്കുന്നത് വിശ്വസിക്കാതിരുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളെപ്പോലെയുള്ള ആളുകളോട് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായിരുന്ന സിദ്ദീഖുൽ അക്ബർ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗം നടത്തി. അവർക്കൊക്കെ അത് ഉൾക്കൊണ്ടു. മുസ്ലിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? എന്നെന്നും ജീവിച്ചിരിക്കുന്ന യേശുവടക്കം മുഹമ്മദ് നബി അടക്കം ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ അള്ളാഹുവിനെയാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്. അവനാണ് ലോകത്തുള്ള ഓരോ ചലനവും നിയന്ത്രിക്കുന്നത്. ലോകം സുഖപ്പെടുത്തുന്നത് അവനാണ്. ഏത് ഫാദർ എന്ത് പറഞ്ഞാലും പരിശുദ്ധ ഖുർആനും ഹദീസും ഇസ്ലാമും അനുസരിച്ച് ഒരു മുസ്ലിം വിശ്വസിക്കുന്നത് എല്ലാ കഴിവിന്റെയും സഹായത്തിന്റെയും അടിസ്ഥാനം അല്ലാഹു ആണെന്നാണ്. ആരും മുഹമ്മദ് നബിയെ ആരാധിക്കുന്നില്ല. അതാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളെ പോലെയുള്ളവരോട് ചോദിച്ചത്. നിങ്ങളൊക്കെ ആരാധിച്ചിരുന്നത് അള്ളാഹുവിനെയാണെങ്കിൽ ആ അള്ളാഹു എന്നെന്നും ജീവിക്കുന്നു. നിങ്ങൾ ആരാധിച്ചിരുന്നത് മുഹമ്മദ് നബിയെയാണെങ്കിൽ മുഹമ്മദ് നബി മരണപ്പെട്ടു. മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് നിത്യനായ എന്നെന്നും ജീവിക്കുന്ന സർവശക്തനായ അള്ളാഹുവിനെയാണ്. അതിന്റെ പുറമെ ഫാദറിന്റെ ഒരു പുതിയ സിദ്ധാന്തമുണ്ട്. മരണപ്പെട്ടവരെ സ്നേഹിക്കണോ ജീവിച്ചിരിക്കുന്നവരെ സ്നേഹിക്കണോ? ഈ സുലൈമാൻ ഫാദറിന്റെ അമ്മ മരിച്ചു പോയാൽ അതോടുകൂടെ അയാൾക്ക് സ്നേഹം പോയോ? ഈ സുലൈമാൻ ഫാദറിന്റെ പിതാവ് മരണപ്പെട്ടു എന്ന് സങ്കല്പിക്കുക, അതോടുകൂടെ അദ്ദേഹത്തിന് സ്നേഹം പോയോ? ഒരുപക്ഷെ അവരൊക്കെ യഥാർത്ഥ ദീനിൽ നിലകൊള്ളുന്നത് കൊണ്ട് ഇയാൾക്ക് സ്നേഹം ഉണ്ടാവില്ല. എന്നാൽ ഈ ഫാദർ സുലൈമാനിന്റെ ഭാര്യ മരണപ്പെട്ടു അതോടുകൂടെ അവനെ സ്നേഹിക്കാൻ പാടില്ല എന്നൊരു സിദ്ധാന്തം ഏത് ബൈബിളിൽ നിന്നാണ് ഈ ഫാദറിന് കിട്ടിയത്? അല്ലെങ്കിൽ ലോകത്തെ ഏത് നീതിശാസ്ത്ര പുസ്തകത്തിൽ നിന്നാണ് ഈ ഫാദർ കണ്ടെത്തിയത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോന്നും പറയുക. അതിനപ്പുറം അയാളുടെ പ്രസംഗത്തിൽ കാര്യമായ ഒരു വിവരമൊന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ അയാൾ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ജഡരൂപം പ്രാപിച്ച് നമുക്കിടയിൽ പാർത്തു. കാര്യം ഖുർആൻ പറയാണ് യേശു വചനമാണ്. വചനം എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളും ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം മനുഷ്യനായെന്ന 14-ാമത്തെ വാക്യം യോഹന്നാൻ 1. യോഹന്നാൻ 1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു. അപ്പൊ ഖുർആനും ബൈബിളും ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട് ഈസാ നബി വചനമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ വചനമായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്. പ്രത്യേകമായി സാധാരണഗതിയിലുള്ള പിതാവിന്റെയും മാതാവിന്റെയും സംസർഗം വഴി സിക്താണ്ഡം രൂപപ്പെട്ടിട്ടുള്ള ഒരു സാധാരണ ഒരു പ്രസവമല്ല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായത്. മറിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമാകുന്ന കുൻ എന്നുള്ള കൽപ്പന മുഖേനയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗർഭം ആയതും പ്രസവിക്കപ്പെട്ടതും. ഇതിനെക്കുറിച്ചാണ് ഖുർആൻ വചനം എന്ന് പറയുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, ദൈവത്തിന്റെ വചനം യേശുവിന്റെ സമയത്ത് ജഡരൂപം പ്രാപിച്ചുകൊണ്ട് പോന്നു. അതിന്റെ ശേഷം ഫുള്ള് ദൈവം ഊമയായി എന്ന് ഖുർആനോ ബൈബിളോ പഠിപ്പിക്കുന്നില്ല. വചനം എല്ലാം കൂടെ കട്ട പിടിച്ച് അങ്ങനെയാണ്. വചനം ജഡരൂപം പ്രാപിച്ച് നമുക്കിടയിൽ പാർത്തു. ദൈവമാകുന്ന യഹോവയുടെ വചനം ജഡരൂപം പ്രാപിച്ച് അയാളുടെ ആ വചന സിദ്ധിയൊക്കെ അങ്ങോട്ട് നശിച്ച് പിന്നീട് അത് യേശുവായി മാറി എന്നുണ്ടെങ്കിൽ യേശുവിനോട് പിന്നീട് സംസാരിച്ചിരുന്ന ദൈവം എങ്ങനെയാണ് സംസാരിച്ചത് എന്നൊരു ചോദ്യം വരും. മത്തായിയുടെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ യേശു സ്നാനം ചെയ്ത് കയറിയപ്പോൾ സ്വർഗം തുറന്ന് ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു വചനം സ്വർഗത്തിൽ നിന്ന് കേൾക്കാനായി എന്ന് നമുക്ക് കാണാം. ഈ വചനം ആരുടേതായിരുന്നു? വചനം ജഡരൂപം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഒരു യേശുവായി മാറി എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗർഭമുണ്ടായി പ്രസവിക്കപ്പെട്ടു എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫാദർ സുലൈമാൻ ഇതും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പിന്നെ ഒരു ചർച്ചമുണ്ട്. ആ വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറയുന്ന യോഹന്നാന്റെ ആ ഭാഗത്തെക്കുറിച്ച്. വചനം ദൈവത്തിൻ്റെതായിരുന്നു എന്നായിരുന്നു ആദ്യകാല ബൈബിളിലുള്ളത്. പിന്നീടാണ് വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറയുന്നത്. എന്തിന്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകസത്യ ദൈവത്തെയായിരുന്നു ഈസാ നബി പ്രബോധനം ചെയ്തത്. AD 325 നിഖിയായിൽ വെച്ച് നടന്ന ഒരു സുന്നഹദോസിൽ വെച്ചാണ് ഈസാ നബി ദൈവത്തിന്റെ ഭാഗമാണെന്ന് ഇവർ പഠിപ്പിക്കുന്നത്. അതുവരെയും ഈസാ നബി ദൈവത്തിന്റെ ഭാഗമല്ലായിരുന്നു ഇവർക്ക്. പിന്നീട് അതിന് പറ്റുന്ന വിധത്തിൽ ബൈബിൾ വളച്ചൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള വചനം ജഡരൂപം പ്രാപിച്ച് നമുക്കിടയിൽ പാർത്തു എന്നൊക്കെ വരുന്നത്. പിന്നെ ദൈവം എന്ന് യേശുവിനെ കുറിച്ച് പ്രയോഗിച്ചിട്ടില്ലേ? യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 10-ാം അധ്യായത്തിൽ പറയുന്നത് കാണാം. ദൈവത്തിന്റെ സന്ദേശങ്ങൾ കിട്ടുന്ന ആളുകൾ ദൈവമെന്ന് നിങ്ങൾ പറയാറില്ലേ? ദൈവം
എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ദൈവം എന്ന് വിശുദ്ധ ലിഖിതത്തിലില്ലേ എന്നൊക്കെ യേശു പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെയൊക്കെ അർത്ഥം? ദൈവത്തോട് ബന്ധപ്പെട്ട ഒരാൾ എന്ന് മാത്രം. നമ്മുടെ ഫാദർ സുലൈമാൻ ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അയാളുടെ കുറേ അബദ്ധങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു.